ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടി. കേന്ദ്രമന്ത്രിമാരുടെയും ബി.ജെ.പി എംപിമാരുടെയും വീടുകളിൽ വ്യാപകമായി വോട്ട് ചേർത്തെന്ന് ആം ആദ്മി പാർട്ടി ജനറൽ സെക്രട്ടറി സുധാ ധർമ്മലിംഗം മീഡിയ വണ്ണിനോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 വോട്ടുണ്ടായിരുന്ന പർവേശ് വർമ്മയുടെ വീട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 32 വോട്ടായി. കെജ്രിവാൾ മത്സരിച്ച് ന്യൂഡൽഹി മണ്ഡലത്തിൽ 40,000 വോട്ടുകൾ വെട്ടിമാറ്റി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ട് ഒരു നടപടി എടുത്തില്ലെന്നും സുധാ ധർമ്മലിംഗം പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. Right from the beginning, our senior leaders were raising voices against the manipulations in the voters list. So, if you take the New Delhi constituency where Shri Arvind Kejriwal contested, nearly 10% of votes were deleted. This is not only prevailed in New Delhi constituency, entire Delhi faced this situation. We have submitted all the proof. In fact, this election also, where and all the malpractices took place, we have given it to the Election Commission of India. Election Commission. They are not taking any steps. We cried. We attempted many times. High Committee will sit and discuss and will introspect what has gone, like where we lacked and where the things, loopholes that BJP utilized it and how they made this election. If you take New Delhi constituency, where Shri Arvind Kejriwal contested, the opponent candidate was Mr. Parvesh Verma, who was also the ex-MP, right? So, if you take the number of votes in his house, earlier during the Lok Sabha election, his house had only 3 or 4 votes. Now, during this Vidhan Sabha election, his house has got almost 32 votes. So, how is that possible? Within 6 months, your vote has increased to 32. Is it possible? Is it reality? ഡി ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. ധനസുമോദ്, മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ ഡൽഹി തെരഞ്ഞെടുപ്പും വ്യാപകമായി അട്ടിമറിക്കപ്പെട്ടു എന്ന വളരെ സീരിയസ് ആയ ഗുരുതര ആരോപണം ഉയർത്തുകയാണ് ആം ആദ്മി പാർട്ടി. ഇക്കാര്യത്തിൽ എന്ത് പരാതികളാണ് നേരത്തെ പാർട്ടിയും കെജ്രിവാളും ഉയർത്തിയിരുന്നത്? ഇതിപ്പോൾ എത്ര കണ്ടൊരു വലിയ അലിഗേഷനായി വളരാൻ സാധ്യതയുണ്ട്? മഹാരാഷ്ട്ര മോഡൽ അട്ടിമറി ഡൽഹിയിലും സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇതിനകം തന്നെ കൃത്യമായ തെളിവുകൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടാണ് പരാതി നൽകിയത്. സഞ്ജയ് സിംഗ്, രാജ്യസഭാ സഭാകക്ഷി നേതാവായിട്ടുള്ള ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ആയിരുന്നു ഈ പരാതി നൽകിയത്. പക്ഷേ ഈ പരാതി കിട്ടിയിട്ട് പോലും കൃത്യമായ നടപടികളൊന്നും എടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആം ആദ്മി നേതാക്കൾ മീഡിയ വണ്ണുമായി പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ 13,000 വോട്ട്, 5,000-ലധികം വോട്ടാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. അത് ആം ആദ്മിക്ക് കിട്ടേണ്ടിയിരുന്ന യഥാർത്ഥത്തിലുള്ള വോട്ടുകളാണ് അവിടെ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പകരം 13,000 വോട്ട് അധികമായി ചേർത്തിരിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഒരു നിജസ്ഥിതി ഒന്ന് പരിശോധിക്കുമ്പോഴാണ് വ്യാപകമായി ബി.ജെ.പി നേതാക്കന്മാരുടെയും ബി.ജെ.പി മുൻ എംപിമാരുടെയും വീടുകൾ കേന്ദ്രീകരിച്ച്, എംപിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും വീടുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വോട്ട് ചേർത്ത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു 6 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പർവേശ് വർമ്മയുടെ വസതിയിൽ 3 പേര് മാത്രമായിരുന്നു വോട്ടർമാരായിട്ടുണ്ടായിരുന്നെങ്കിൽ 6 മാസത്തിന് ശേഷം നടക്കുന്ന 6 മാസത്തിനുള്ളിൽ തന്നെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ എണ്ണം 32 ആയിരിക്കുകയാണ്. മാത്രമല്ല ചില ക്ഷേത്രങ്ങളുടെ പേരിൽ പോലും വോട്ട് ചേർത്തിട്ടുണ്ട്. ഇവിടെ ആളുകൾ താമസിക്കാത്ത ഒരു സ്ഥലങ്ങളാണ്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ്, ഈ ജനാധിപത്യം തന്നെ അട്ടിമറിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം സമർപ്പിച്ചിട്ട് പോലും ഇതിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലുള്ള വലിയൊരു പതനം ഉണ്ടായത്. ഈ ക്രമക്കേടിന്റെ ഭാഗമായി പിൻവെട്ട് വെട്ടി അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സുധാ ധർമ്മലിംഗം മീഡിയ വണ്ണുമായി പങ്കുവച്ചിരിക്കുന്നത്. വ്യാപകമായ കൂട്ടിച്ചേർക്കലും അതിനേക്കാൾ വലിയ വെട്ടിമാറ്റലും നടന്നു. 40,000 വോട്ടുകൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ മാത്രം വെട്ടിമാറ്റി എന്നുള്ള വളരെ സീരിയസ് ആയ ഗുരുതരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ആം ആദ്മി പാർട്ടി ബി.ജെ.പിക്കെതിരെ. വിശദാംശങ്ങൾ നൽകിയത് ഡി ധനസുമോദ്.